ഹായ് മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യെസ് അപ്പോൾ ഒരൊറ്റ പരീക്ഷ ഒരു ബാക്കിയുള്ളൂ. ഒരൊറ്റ പരീക്ഷയുള്ളൂ. ആ പരീക്ഷ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് തന്നെയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നാളത്തെ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞാലോ മക്കളെ? അപ്പം നാളത്തോടുകൂടി സോഷ്യൽ സയൻസ് എക്സാമോട് കൂടി നിങ്ങൾ പരീക്ഷ കഴിയാണ്. വളരെ ഹാപ്പി ആയിട്ട് പരീക്ഷകളിൽ നിന്ന് ഇറങ്ങി പോകുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓരോ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾ ടോപ്പിക്സ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നിർബന്ധമായും അത് നന്നായി വായിക്കണം, നന്നായി പഠിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് ഓറിയൻ്റായിട്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്ന പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ നന്നായി ടെക്സ്റ്റ് ബുക്ക് ആ ടോപ്പിക് നിങ്ങൾ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തടി. തുടങ്ങിയ പരിപാടി അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 മിഡീവൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് എക്സിസ്റ്റഡ് ഇൻ റൂളിംഗ് പീരീഡ് ഓഫ് അക്ബർ. അക്ബറിന്റെ ഭരണ കാലഘട്ടത്തിൽ നിലനിരുന്ന സവിശേഷതകൾ എന്താണോ, അല്ലെങ്കിൽ അത് റിലീജിയസ് ടോളറൻസ് ഓഫ് അക്ബർ ആയിട്ട് ചോദിച്ചേക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ മിലിറ്ററി സിസ്റ്റം ആണ്. അത് രണ്ടിലും വരുന്നുണ്ട്, മുഗൾ റൂളിലും വരുന്നുണ്ട്, വിജയനഗരയിലും വരുന്നുണ്ട്. അപ്പൊ അമരനായകയും അതേപോലെ തന്നെ നമ്മുടെ മാൻസിത്താരി സിസ്റ്റവും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി മൂന്നാമത്തത് എക്കണോമിക് കണ്ടീഷൻ ഓഫ് വിജയനഗര. അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അന്നത്തെ കച്ചവടമാണ്, ട്രേഡ് ആണ്. നമ്മൾ കുതിര ചിട്ടീസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ്, അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് അല്ലെ. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഭക്തി മൂവ്മെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മക്കളെ ഉറപ്പിക്കാൻ ഒരു സംശയമില്ല, ചോദിച്ചിരിക്കും. അതേപോലെ തന്നെ ഭക്തി സൂഫി മൂവ്മെന്റിന്റെ ഇമ്പാക്ട്, ഓക്കെ, അവിടെയുള്ള അവരുടെ സ്വാധീനം എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ചോദിച്ചേക്കാം. ഇനി ഇവിടെ തന്നെ നമ്മളുടെ വുമൻസിന്റെ റോളും ചോദിക്കും. അപ്പൊ 4 വുമൻസിനെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് എഴുതേണ്ടതുണ്ട്. നമ്മുടെ മീരാബായ്, കരയ്ക്കൽ അമ്മയാർ തുടങ്ങിയവരെ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് എഴുതി വെക്കാം. അതേപോലെ ബസവണ്ണയുടെ അനുഭവ മണ്ഡലം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 2 സെറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ കാര്യം നിഹാൽ സർ പറഞ്ഞുതരും. അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന മൂന്നാമത്തെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഒരു രസകരമായ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ 1950 അല്ലേ, പക്ഷേ 1940 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ. ആ 2 വർഷക്കാലം നമ്മൾ ഉപയോഗിച്ചൊരു പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ബ്രിട്ടീഷിൻ്റെ, അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കീ ഫീച്ചേഴ്സ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, എന്നാണ് ഇതിൻ്റെ ആദ്യ മീറ്റിംഗ് കൂടിയത്, പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ആരൊക്കെയായിരുന്നു, ആ ഒരു നാൾ വഴിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പദസൂര്യം പോലെ ഇങ്ങനെ പോകുന്നത്, അത് കൃത്യമായി പഠിച്ചേക്കണം. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ പോക്സോ ആക്ട് അല്ലെ, പോക്സോ നിയമം, നിങ്ങൾ വിദ്യാർത്ഥികൾ, നിങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കുന്ന നിയമമാണല്ലേ. അപ്പോൾ അവിടെ നിന്നും ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു പൊതു കാര്യമായതുകൊണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി, അതായത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമ്മൾ പഠിക്കുന്നത് അല്ലേ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടന നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായിട്ട് ആ മേഖല നിങ്ങൾ പഠിച്ചേക്കാം. അതുപോലെ അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ എന്താണ് ഫ്രം ജസ്റ്റിസ് ടു ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, എന്താണ് പിന്നെ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കുകയാണ്. അവിടെ നമ്മൾ ഒരുപാട് എന്താണ് മാർജിനലൈസേഷൻ, എന്താണ് അരികുവൽക്കരണം, ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നതിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇക്വാലിറ്റി ഇമ്പോർട്ടൻസ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നത് അല്ലേ. ആദ്യം നിങ്ങൾ എന്താണ് മാർജിനലൈസേഷൻ അല്ലേ. അതുപോലെ എന്താ നെഞ്ചിയമ്മയെ പറ്റിയും അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, അതുപോലെ എന്താണ് നിലമ്പൂർ ആയിഷ, ഇവരെ പറ്റി നിങ്ങൾ കൃത്യമായി പഠിച്ചേക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ എക്സാമിന് എന്തുപോലെ ചോദിച്ചിട്ടുണ്ടോ, നഞ്ചിയമ്മക്ക് അവാർഡ് കിട്ടിയപ്പോൾ നഞ്ചിയമ്മയോട് നടത്താൻ വേണ്ടി ഒരു ഇന്റർവ്യൂവിന് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ കറണ്ട് എന്താണ് നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ ടോപ്പിക്കും ചിലപ്പോൾ ചോദിക്കാം. പുതുതായി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കില്ല, എന്നാൽ അത് വെച്ചിട്ടോ ഇന്റർവ്യൂവിന് ചോദ്യം ഉണ്ടാക്കുക, അങ്ങനത്തെ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായി നിരോധിച്ച് ഏതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ഡിസ്ക്രിമിനേഷൻസ്, ഏതെല്ലാം രീതിയിലൂടെയാണ് ഈ വിവേചനങ്ങൾ നമ്മുടെ ഭരണഘടന മാറ്റി നിർത്തും, എന്തെല്ലാം കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനുവേണ്ടി എടുത്ത കാര്യങ്ങൾ, അതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം അല്ലേ മക്കളെ. സോ നമ്മുടെ സൂപ്പർ ബാച്ച് ഈസ് റണ്ണിങ്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ട് കാണും. ഒരുപാട് ആളുകൾ. യെസ്, ഇന്ന് 26-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടിയൊക്കെ എത്ര രൂപ കട, പിന്നെ 1799 രൂപക്കായിരിക്കും ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിലോ അല്ല ഐഷംസ് എത്രയോ 2999 രൂപയാവും. അപ്പൊ ഒരു വർഷത്തേക്ക് ഓഗസ്റ്റ് 26-നകം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വെറും 1799 രൂപക്കാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ആപ്പ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നാളേക്ക് നിങ്ങളായിരിക്കും ജോയിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ എന്താ വിളിക്കുമ്പോൾ എന്താ പറയുക, ഓ സോറി സാർ, അപ്പോൾ എന്താ പറയുക, ഇവിടെ ഇത്ര പൈസ നിങ്ങൾ അടക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് രജിസ്റ്റർ ചെയ്ത്, നിങ്ങളിപ്പോൾ പൈസ അടയ്ക്കൊന്നും വേണം, താഴെ കാണുന്ന ഫോം ക്ലിക്ക് ചെയ്യുക, അതിൽ വേഗം നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽ രജിസ്റ്റർ നിങ്ങൾ വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ നിർബന്ധം, പക്ഷേ ഈ ഓഫർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക് മാത്രമായിരിക്കും വേഗം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടും, കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നത്. അപ്പോൾ നന്നായി പഠിക്കുക, ബാക്കി നമ്മൾ ലൈവിൽ ഉഷാറാക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.